കാന്തപുരം ഉസ്താദിനു വേണ്ടി മലേഷ്യയുടെ രാജാവും പ്രധാനമന്ത്രിയും പ്രസിഡന്റും 3 അധികാര കേന്ദ്രങ്ങൾ 3-4 ദിവസങ്ങൾ മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് ഉസ്താദിനോടൊപ്പം സമയം ചെലവഴിക്കുന്നു. ഉസ്താദിന്റെ സ്വഹീഹുൽ ബുഖാരി ക്ലാസ്സിൽ ഉസ്താദ് കസേരയിലിരിക്കുമ്പോൾ അവരെല്ലാവരും നിലത്ത് ചമ്രം പടിഞ്ഞിരിക്കുന്നു. ഉസ്താദിന് വേണ്ടി വാഹനങ്ങൾ അവർ ഇങ്ങോട്ട് കൊടുത്തുവിടുന്നു. ഉസ്താദ് അവർക്ക് വേണ്ടി വാഹനം ഏർപ്പാട് ചെയ്ത് ഇവിടെ തന്നെ ഉസ്താദിനെ കൊണ്ടുവന്നാക്കിയ ശേഷം അവർ മെല്ലെ മടങ്ങുന്നു. ഏറ്റവും വലിയ 3 ബഹുമതികൾ ആ 3 അധികാര കേന്ദ്രങ്ങൾ ഒന്നിച്ച് ഉസ്താദിന് നൽകുന്നു. ഒരു മലയാളി മുസൽമാന്, ഒരു മുസ്ലിയാർ കുട്ടിക്ക്, ഒരു മഖ്ദൂമിന്റെ അനന്തരാവകാശിക്ക് എത്രത്തോളമൊക്കെ വളരാനും ഉയരാനും കഴിയും എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു കാലം. സഹോദരന്മാരെ, ഇത് കളവാണെന്ന് ഇപ്പോൾ തെരുവിലാലും പ്രഭാഷണം നടത്തുന്നില്ല. ഇത് പച്ചപ്പൊള്ളാണ് എന്നും പറഞ്ഞ് ആരും എവിടെയെങ്കിലും കാളകൂടം വിസർജ്യം പത്രങ്ങളിലൊന്നും എഴുതിയങ്ങ് നിറയ്ക്കുന്നില്ല. വെണ്ടക്ക വലുപ്പത്തിൽ പോരാഞ്ഞിട്ട് ആനക്കാൽ വലുപ്പത്തിൽ ആനക്കള്ളങ്ങൾ എഴുതി പിടിപ്പിച്ച പാരമ്പര്യം ഈ ഉമ്മത്തിലെ 5-6 പത്രങ്ങൾക്ക് കഴിഞ്ഞ 5-6 പതിറ്റാണ്ടുകൾ ഉണ്ടായിരുന്നിട്ടും ഇന്ന് ഈ സൂഫി ജീവിതത്തെ, ഈ ശുഭ്ര ജീവിതത്തെ, ഈ കൃത്യമായ സുതാര്യ പണ്ഡിത സൗകുമാര്യത്തെ വിമർശിക്കാൻ ആർക്കും കഴിയുന്നില്ല. അവർക്ക് ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല. സന്തോഷമുള്ള കാഴ്ച. ഇൻഷാ അല്ലാഹ് മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അല്ലാഹുവിനെ ഭയന്നും സ്നേഹിച്ചും ജീവിച്ചാൽ മറ്റെല്ലാവരും നമ്മെ സ്നേഹിക്കും, ഭയക്കും. ഇത് താജുൽ ഉലമ എപ്പോഴും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള, പഠിച്ചെടുക്കാൻ ഏറ്റവും സുഖമുള്ള ഹദീസ് വചനമാണ്. മറന്നു പോകരുത്. താജുൽ ഉലമ ഇവിടെ പറഞ്ഞു 12 ആണ്ട് പൂർത്തിയാകുമ്പോഴും നമ്മൾ ഓർത്തെടുക്കുന്നു ആ വലിയ മനുഷ്യനെ. ആത്മാഭിമാനത്തിന്റെ പ്രതീകമാണ്, സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമാണ്. അതോടൊപ്പം അമലുകളുടെ മരമാണ് താജുൽ ഉലമ. 50 ഹജ്ജുകൾ നിർവഹിച്ച മറ്റാര് നമ്മുടെ പരിസരത്തെവിടെയെങ്കിലും, ലോകത്തെവിടെയെങ്കിലും നമുക്ക് പരിചയപ്പെടുത്താൻ വേറെയുണ്ടോ? 22 ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളുടെ ഗുരുവാണ് താജുൽ ഉലമ. 300 മഹല്ലുകളുടെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഖാളി, ചക്രവർത്തി, അതാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ. തുഹ്ഫത്തുൽ മുഹ്താജ് ശാഫിഈ മദ്ഹബിലെ മറ്റു മദ്ഹബുകളിലും അത്ര വലിയ കിതാബുകൾ വേറെയില്ല. അത് മുഴുവനും കാണാതെ പഠിച്ച് 6 പതിറ്റാണ്ട് കാലം അനേകായിരങ്ങൾക്ക് ദർസ് നടത്തിയ പാണ്ഡിത്യത്തിന്റെ തേജസ്വരൂപനാണ് താജുൽ ഉലമ. ആ മഹാന്മാരെ കണ്ടവരാണ് നമ്മൾ, അവരെ വാചകങ്ങൾ കേട്ടവരാണ് നമ്മൾ, ആ മുഖങ്ങളിലേക്ക് നോക്കി ഈമാൻ കോരി കുടിച്ചവരാണ് നമ്മൾ, ആ ദുആകൾക്ക് ആമീൻ പറഞ്ഞു സായുജ്യമടഞ്ഞവരാണ് നമ്മൾ ഭാഗ്യം ചെയ്തവരാണ്. ആ ഭാഗ്യം നമ്മുടെ മക്കൾക്ക് വേണ്ടി കൂടി നിലനിൽക്കണമെങ്കിൽ നമ്മുടെ നാടുകളിൽ മുത്തഅല്ലിമുകൾ ഉണ്ടാകണം, നമ്മുടെ പ്രദേശങ്ങളിൽ സ്വലാത്ത് മജ്ലിസുകൾ ഉണ്ടാകണം. നമുക്ക് റമളാന്റെ രാപ്പകലുകൾ, വെള്ളിയാഴ്ചയുടെ വിലപ്പെട്ട മണിക്കൂറുകൾ ഉപയോഗപ്പെടുത്താൻ കഴിയണം. അതിന് യൂസുഫ് ബാഖവി ഉസ്താദിനോടൊപ്പം നമ്മളൊക്കെ ഉണ്ടാകണമെന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. മുഹയ്യിസുന്ന പന്മള ഉസ്താദ് പണ്ഡിത ലോകത്ത് പാൽക്കടൽ പോലെ പാരാവാരം കണക്കെ പരന്നു കിടക്കുമ്പോൾ പടത്തലവനാണ് ശൈഖുന മുഹയ്യിസുന്ന പന്മള ഉസ്താദ്. ഉസ്താദ് അവർകൾ പുത്തൻപള്ളിയിൽ അഷ്റഫിയ കോളേജിൽ അധ്യാപനത്തിന് വന്നപ്പോ അന്ന് ശിഷ്യനായി കൂടെ വന്ന യൂസുഫ് ബാഖവി ഉസ്താദ് പിന്നെ നമ്മളെ വിട്ടുപോയില്ല. മുഹയ്യിസുന്ന പന്മള ഉസ്താദ് തന്നെയാണ് ഈ പ്രദേശത്തേക്ക് നമുക്ക് ബാഖവി ഉസ്താദിനെ ചൂണ്ടിക്കാണിച്ചു തന്നത്. പിന്നെ 3 പതിറ്റാണ്ടുകൾ ഊണിലും ഉറക്കിലും നമ്മോടൊപ്പം ഉണർത്തുപാട്ടായി ആ പുഞ്ചിരിയും മനോഹരമായ ആ ശബ്ദവും ആ മുഖത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആവേശമാണ്, സന്തോഷമാണ്, ഗൗരവമില്ല, സ്നേഹം മാത്രം. ഈ പ്രദേശത്ത് എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാൾ, അതുതന്നെയാണ് മഖ്ദൂം എന്ന വാക്കിന്റെ അർത്ഥം. മറ്റെല്ലാവരും സേവകരെ പോലെ, ഇഷ്ടജനങ്ങളെ പോലെ,
നല്ല ബഹുമാനത്തോടെ മാറി നിൽക്കുന്നത്, പിന്നെ മെല്ലെ അടുത്തു വന്ന് തോളിൽ കൈവയ്ക്കുന്നത്, ആ കൈകളിൽ സമ്മാനങ്ങൾ വെച്ചു കൊടുക്കുന്നത്, ബഹുമാനപ്പെട്ടവർ തരുന്ന കൈനീട്ടങ്ങൾ സ്വീകരിച്ച് നമ്മൾ സായുജ്യത്തോടെ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നത്. സഹോദരന്മാരെ, ഒരു നല്ല ദാഴിയുടെ ഈ സേവനങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട്. എല്ലാവരും അത് വിലമതിക്കുന്നുണ്ട്. വലിയ വലിയ മഹാന്മാരെ നമ്മുടെ മുന്നിൽ അള്ളാഹുവിനെയും നിലനിർത്തി തരട്ടെ, നമുക്ക് അഭിമാനമായി വളർത്തിത്തരട്ടെ. അവരെ ദുആകളിൽ നമുക്ക് അള്ളാഹു ഇടം നൽകട്ടെ. മാലാഖമാർ ആമീൻ പറയുന്ന രൂപത്തിൽ ദുആകളെ ഉള്ളറിഞ്ഞു നടക്കുന്ന ഏറ്റവും ഇജാബത്തുള്ള കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഇവർക്ക് വേണ്ടിയൊക്കെ കൂടി നമ്മളിപ്പോ പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട MA ഉസ്താദിനെ മറക്കാൻ കഴിയുമോ പൊന്നാനിക്കാർക്ക്? ഒരിക്കലുമില്ല. പൊന്നാനിയുടെ ചരിത്രം കേരളത്തിന്റെ ചരിത്രമാക്കി മാറ്റി വിദ്യാഭ്യാസത്തിന്റെ പര്യായമായി കേരളത്തെ വളർത്തിയത് MA ഉസ്താദാണ്. മദ്രസകൾ പൂട്ടണമെന്ന് ബാലാവകാശ കമ്മീഷൻ പറയുമ്പോ കേരളത്തിന് അതൊരിക്കലും ആധിയായി തോന്നുന്നില്ല. നമ്മുടെ ഉള്ളകങ്ങൾ അത്രയും സജീവമായതാണ്. കാരണം മുഹ്യിദ്ദീൻ ശൈഖിന്റെ മാലയിൽ കാണുന്നുണ്ട്, എല്ലാര കോഴിയും കൂകി അടങ്ങുമേ, മുഹ്യിദ്ദീൻ കോഴി ഖിയാമത്തോളം കൂകും. ഈ സ്കൂള് പൂട്ടിക്കാൻ കഴിയില്ല. ഇത് സ്നേഹത്തിന്റെ സ്കൂളാണ്, ഇത് മതപാഠശാലയാണ്, മഹബത്തിൽ കുളിച്ചു നിൽക്കുന്നതാണ്. ഇത് ഉമ്മമാർ മുലപ്പാലിനോടൊപ്പം പകർന്നു നൽകുന്ന പൈതൃകത്തിന്റെ പുണ്യത്തിന്റെ പര്യായ പദമാണ്. ഈ വലിയ സ്നേഹത്തിന് നാളെ അർത്ഥതലങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ മസ്ജിദിന്റെ അകത്തളങ്ങളെ ഇൽമു കൊണ്ട് സജീവമാക്കുക. ഉസ്താദുമാരോടൊപ്പം നമ്മൾ സമയം ചെലവഴിക്കുക. 5 വഖത്തിനിടയിൽ 2 വഖത്തെങ്കിലും നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, ക്ഷുഭിത യൗവനങ്ങൾ പള്ളിയിൽ വന്ന് ജമാഅത്ത് നടത്തുന്നൊരവസ്ഥ ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ നാട് പൊന്നാകും, നമ്മുടെ വീടകങ്ങൾ സ്വർഗമാകും. ഇടനെഞ്ച് കലങ്ങണ കാലം, പൊടിമീശ മുളക്കണ കാലം. യുവത്വത്തിന് ആവശ്യം ഗുരുഭൂതന്മാരെയാണ്, സ്നേഹമുള്ള നല്ല കൗൺസിലിംഗ് വിദഗ്ധരെയാണ്, വഴക്കു പറയുന്നവരെയല്ല. നമ്മൾ അറിയണം, തെരുവിലുള്ള ചെറുപ്പക്കാർ പലപ്പോഴും വഴിതെറ്റിക്കപ്പെടുകയാണ്. തൽക്കാലം ഒരു ചിത്രം കാണിക്കാൻ കൂട്ടിക്കൊണ്ടുപോകും, പിന്നെയൊന്ന് ഊട്ടിയിൽ കൊണ്ടുപോകാമെന്ന് പറയും. പലപ്പോഴും രാവ് പകലായി, പകല് രാവായി. കുട്ടികൾ പകല് കിടന്നുറങ്ങിയും രാത്രി വേറെ ആരോടൊപ്പമെല്ലാമോ കിടന്നുറങ്ങിയും. മനുഷ്യന്റെ മക്കൾ ചെകുത്താന്റെ മക്കളും കുട്ടിച്ചാത്തന്മാരുമായി പോകുന്നൊരവസ്ഥ മലബാറിലെ പല നാടുകളിലുമുണ്ട്. മഖ്ദൂമിന്റെ വെളിയങ്കോട് ഉമർ ഖാദിയുടെ മണ്ണില് അങ്ങനെയൊന്നും ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് ഉപ്പമാരും ഉമ്മമാരും തീരുമാനമെടുക്കണം. 5ാം ക്ലാസ് 6ാം ക്ലാസ് പാസ്സായി, പിന്നെ മദ്രസയിൽ ക്ലാസ് ഇല്ല, കുട്ടി പുറത്തേക്ക് നടക്കുകയാണ്. പാസ്സായാലും പീസായാലും പിന്നെ തെരുവാണ് അഭയം. ആ കുട്ടി വെസ്റ്റ് കോസ്റ്റ് നടക്കുകയാണ്, എവരുടെ ഹോളിഡേ. ഇങ്ങനെയായി ദിശാബോധം നഷ്ടപ്പെട്ട മക്കള് ഉമ്മയ്ക്ക് ഭാരമാണ്, ബാപ്പയ്ക്ക് ശല്യമാണ്, നാട്ടിന് ദ്രോഹമാണ്, പൈതൃകത്തിന് അപവാദമാണ്. അവൻ പിന്നെ കള്ള തമ്മാടികൾ പലർക്കുമൊപ്പം പല ഫോട്ടോകളിൽ, പല വേഷങ്ങളിൽ, പലയിടത്തും പ്രത്യക്ഷപ്പെടേണ്ടവനാണ്. മയക്കുമരുന്നുകാർ അവനെ കൂട്ടിക്കൊണ്ടുപോകും, സ്മഗ്ലർ രാജാക്കന്മാർ അവരെ കൊണ്ടുപോകും. ആവശ്യം വരുമ്പോ അവനെ മാത്രം പ്രതിയാക്കി ബാക്കിയുള്ളവരെല്ലാം ഓടി രക്ഷപ്പെടും. ഒരു മാപ്പിള പയ്യന്റെ പേരിൽ ഒരു കേസെടുക്കാൻ വകുപ്പുണ്ടെങ്കിൽ ഒരു 25 കേസ് വെച്ചു കൊടുക്കാൻ ഒരുപക്ഷെ പോലീസ് ഏമാന്മാർക്ക് വേറെ ആരോ ക്ലാസ് എടുക്കുക കൂടി ചെയ്യുമ്പോൾ കേരളത്തിൽ ഏറ്റവും നാറ്റമുള്ളൊരു നാടായി പണ്ടത്തെ ഊറ്റമുള്ള മലപ്പുറം മാറിപ്പോകുന്നത് നമ്മൾ ഈ സമയത്തെങ്കിലും തിരിച്ചറിയണം. പരിഹാരം എന്താണ്? അമ്പരചുംബികളായ പള്ളികൾ നാം വെറുതെ ഇട്ടുകളഞ്ഞതാണ്. മദ്രസ മുറ്റങ്ങൾ 3 മണിക്കൂർ മാത്രം ശബ്ദകോലാഹലങ്ങളാൽ നിബിഡമാണ്. അത് കഴിഞ്ഞാൽ ശ്മശാന മുഖതയാണ്. നമ്മൾ അള്ളാഹിനോട് കണക്ക് പറയേണ്ടി വരും കേട്ടോ. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ വിരൽ കടിക്കേണ്ടി വരും കേട്ടോ. ഉമ്മമാരോട് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നു അലിക്കത്ത്, കാതിലുള്ള സ്വർണ്ണാഭരണങ്ങൾ, അരയിലുള്ള അരഞ്ഞാണം ഉൾപ്പെടെ. ഉമ്മ മരിച്ചപ്പോൾ
45 പവനും പള്ളിയിലേക്ക് മദ്രസയിലേക്ക് കൊടുത്തുവിട്ടത് മക്കളെ കയ്യിൽ. പേരക്കുട്ടികൾക്ക് ആ സ്വർണം ആകാമായിരുന്നു, പക്ഷേ വേണ്ടെന്ന് അവരും വിചാരിച്ചു, ഉമ്മയും ചിന്തിച്ചു. ഇങ്ങനെയല്ലേ പള്ളി ഉണ്ടാക്കിയത്, ഇങ്ങനെയല്ലേ മദ്രസ ഉണ്ടാക്കിയത്, അങ്ങനെയൊക്കെ തന്നെയല്ലേ കാന്തപുര ഉസ്താദും പലപ്പോഴും പല മഹല്ലുകൾക്കും വിദേശത്തു നിന്ന് സഹായിക്കുന്ന നല്ല നീണ്ട ഹസ്തങ്ങളെ ഒപ്പിച്ചു തന്നത്. കാന്തപുരം ഉസ്താദ് ഒരു അറബിയെ കാണാൻ പോയി, പിന്നീട് കാണാമെന്നൊരു വാക്ക് മറുപടി കിട്ടി. ആ പ്രതീക്ഷയിൽ മെല്ലെ മെല്ലെ അത്തിപ്പിടിച്ചങ്ങനെ നിന്നു. പിന്നെ കാണാൻ അവസരം കിട്ടിയപ്പോൾ കാണാൻ പോയി, പക്ഷേ കക്ഷി തിരക്കിലാണ്. സുബ്ഹാനല്ലാഹ്, രാവിലെ നോമ്പും നോറ്റു പോയി ഇരിക്കുന്ന ഇരിപ്പ് അസർ കഴിഞ്ഞു വീണ്ടും നീണ്ടു. മഗ്രിബാകുമ്പോൾ ഒരു ചുള കാരക്ക മാത്രം വായിലേക്ക്. അപ്പോൾ ഉസ്താദ് അവർകൾ മഗ്രിബ് നിസ്കരിക്കുന്നു. ആ അറബ് സഹോദരൻ നോമ്പ് തുറക്കാൻ പുറത്തേക്ക് പോയിരിക്കുന്നു. തൽക്കാലം നിസ്കാരം ലാഭം, പിരിവ് ഇപ്പോഴും തിരുനക്കര തന്നെ. മഗ്രിബ് നിസ്കരിച്ച് കുത്തിയിരുന്ന് കൂടെ സുന്നത്ത് നിസ്കരിച്ച് തിരിഞ്ഞു നോക്കുമ്പോ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ബോധം കെട്ട് വീണ് കിടക്കുന്നു. അദ്ദേഹത്തിന് ഇന്നലെ രാത്രി ആത്താഴം പോലും കിട്ടിയിട്ടില്ലായിരുന്നുവെന്ന് പിന്നെ തിരിച്ചറിയാണ്. അത് ആക്കോട് DC മുഹമ്മദ് മുസ്ലിയാരാണ്. ഉസ്താദ് അവർകൾ ആരോ ചൊല്ലിയ പ്രാർത്ഥനയുടെ വലിയ തിളക്കം. ഉസ്താദ് അവർക്ക് ഇപ്പോഴും പ്രായം ബാക്കിയുണ്ട്, ആയുസ് ബാക്കിയുണ്ട്, ആകാംക്ഷയും ആദർശവും ആവോളമുണ്ട്. രാത്രി 12 മണിക്ക് ആ സുഹൃത്തിനെ കണ്ട് തിരിച്ചു വരുമ്പോ ഉസ്താദിന്റെ കൈകളിൽ വലിയ വലിയ പള്ളികളുണ്ട്, സന്തോഷം. പക്ഷെ ആ ത്യാഗം എത്ര വലുതാണ്, ആ പ്രതീക്ഷ എത്ര വലുതാണ്, ആ പ്രയത്നം ആർക്കു വേണ്ടിയാണ്? ഒരുപക്ഷെ മാറഞ്ചേരിക്കാർക്ക് വേണ്ടിയാണ്, പട്ടാമ്പിയിൽ, പാലക്കാട്ടിൽ, ഒരുപക്ഷെ അട്ടപ്പാടിയിൽ, അപ്പുറത്തെവിടെയോ ഉള്ള പാവം മഹല്ലുകൾക്ക് വേണ്ടിയാണ്. ഇങ്ങനെയൊക്കെ ത്യാഗം സഹിച്ചാണ് ഉസ്താദുമാരൊക്കെയും പള്ളിപ്പണിക്ക് മുന്നിൽ നിന്നത്. നമുക്കവര് തണല് പകർന്നത്, നമ്മളെ മക്കളെ അവര് പഠിപ്പിച്ച് ഉയരങ്ങളിലെത്തിച്ചത്. പൊന്നാനി വിളക്കത്തിരിക്കുമ്പോൾ ഒന്നിച്ചെത്ര പേർക്കിരിക്കാം? പണ്ടത്തെ അവസ്ഥ വളരെ ചെറിയൊരു വൃത്തമാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ പണ്ഡിതന്മാരായി ബിരുദം വാങ്ങി പുറത്തിറങ്ങുന്നത് ഒരു വർഷത്തിൽ 5000-ലേറെ പേരാണെങ്കിൽ അതിൽ 1900 പേരും കാന്തപുര ഉസ്താദിന്റെ മക്കളായിരിക്കും. സുബ്ഹാനല്ലാഹ്, അതൊക്കെ വളർത്തിയെടുത്തത് മുണ്ട് മുറുക്കിയെടുത്ത് ഒരുപക്ഷെ വയറ്റത്ത് കല്ലും വെച്ച് കെട്ടിയിട്ട് പഴയ മദീന ചാപ്റ്ററിലെ പുതിയ പാഠങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടന്ന് ത്യാഗം സഹിച്ചുണ്ടാക്കിയെടുത്തതാണ്. ആ സ്നേഹമാണ് നമ്മൾ ദീനീ പ്രവർത്തകർ ഇന്ന് പങ്കുവെക്കുന്നത്, നമ്മുടെ നാട്ടിൽ മുഴുവനും തണല് വിരിക്കുന്നതെങ്കിൽ ആ ഉസ്താദുമാരോട് കടപ്പാടുണ്ട്. അത്തരം ഉസ്താദുമാർ നാളെ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ബാക്കിയാവേണ്ടതുണ്ട്. ഈ ഉസ്താദുമാരെ നമ്മൾ പിന്തുണയ്ക്കണം, സ്നേഹത്തോടെ അവരോടൊപ്പം നിൽക്കണം. നമ്മുടെ നാടുകളിൽ ദർസ് പുഷ്ടിപ്പെടണം, വാളിന്റെ മജ്ലിസുകൾ ഉണ്ടാകണം. ഖലീൽ തങ്ങൾ പാപ്പ നിങ്ങളെ വിളിക്കുന്നു സ്വലാത്തിന്റെ മജ്ലിസുകളിലേക്ക്. ഇന്ന സ്വലാത്തക സകനുൽ ലഹും, വല്ലാത്ത മനസ്സമാധാനമാണ് സ്വലാത്ത്. ഖുർആൻ പറഞ്ഞതാണ്. സഹോദരന്മാരെ, കേരളത്തില് ആ വലിയ സന്ദേശം, ഇഷ്കിന്റെ, മഹബത്തിന്റെ, അഹ്ലുബൈത്തിന്റെ, സാദാത്തിന്റെ ശബ്ദം എന്താണ് എന്ന് കേൾപ്പിച്ചു തന്ന ഖലീൽ തങ്ങളും സഹോദരങ്ങളും അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്ത് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ആ നല്ല വ്യക്തികൾക്കൊപ്പം ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ പൈതൃകത്തിന്റെ രാജപാതയിൽ, പാരമ്പര്യത്തിന്റെ പുണ്യപാതയിൽ നമുക്ക് ഒരുമിച്ചു നിൽക്കാൻ കഴിയുന്നത്. നമ്മുടെ രാജ്യത്ത് ഇനിയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യം ഇസ്ലാമിക സമൂഹത്തിലുണ്ടോ? ഉള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ധർമ്മം നിർവഹിക്കുന്നുണ്ടോ? ആ പ്രകടനങ്ങൾ, അസ്ർ നിസ്കാരം മഗ്രിബും ഖളാ ആക്കി ഇശാഇന്റെ നേരത്തും നഗരം നിറഞ്ഞ് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയി പോകുന്നില്ലേ? ഓരോ രാഷ്ട്രീയ പാർട്ടിയും അങ്ങും ഇങ്ങും വെല്ലുവിളിക്കുമ്പോൾ ഈ സമുദായത്തിന്റെ എത്രയോ എത്രയോ വിലപ്പെട്ട അവകാശങ്ങൾ പണയപ്പെടുത്തിയ സാഹചര്യങ്ങൾ നമുക്കിപ്പോഴും ഓർമ്മയില്ലേ? ഞാൻ വിശദീകരിക്കുന്നില്ല. മാറഞ്ചേരിയിൽ നിന്ന് ജില്ലാ ആസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഒരുപക്ഷേ ഒരുപാട് സഞ്ചരിക്കേണ്ടി വരും. തിരുവനന്തപുരത്തും കൊല്ലത്തും കോട്ടയത്തും ഉള്ള ജനസംഖ്യയുടെ 6 ഇരട്ടിയും 7 ഇരട്ടിയും മലപ്പുറം ജില്ലയിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ
വികസനം നമ്മുടെ നാടിന് പലപ്പോഴും അപ്രാപ്യം. ആ വികസനം കൊണ്ടുവരാനും നമുക്ക് കാന്തപുരം ഉസ്താദിനെ, ഖലീൽ തങ്ങളെ മുന്നിൽ കാണാൻ സാധിച്ചു, കാണിച്ചു കൊടുക്കാൻ സാധിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് സമുദായം പിന്നോക്കം. SSLCയുടെ വിജയശതമാനം 15-ൽ താഴെ മാത്രം. 20 കൊല്ലം മുമ്പത്തെ ചിത്രം അതായിരുന്നുവെങ്കിൽ ആ ചിത്രം മാറി 60% വിജയമുണ്ടായി മലപ്പുറം ജില്ലയ്ക്ക്. അത് 70-ലും 80-കളിലും, അത് 75-ലും 90-ലും ഒക്കെ എത്തി നിൽക്കുന്ന സാഹചര്യം പിന്നെ വന്നതെങ്ങനെയാണ്? അത് ചാക്കീരി പാസ് കൊണ്ടുണ്ടായതല്ല. മതപണ്ഡിതന്മാർ, പണ്ഡിത നേതൃത്വം, മതമേലധ്യക്ഷന്മാർ തെരുവിലിറങ്ങി അവര് വിദ്യാഭ്യാസത്തിന് വേണ്ടി പണിപ്പെട്ടത് കൊണ്ടാണ് എന്ന് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ കേരളത്തിൽ രേഖപ്പെടുത്തിയെങ്കിൽ, ദേശീയ പതാക ഉയർത്താൻ അറിഞ്ഞുകൂടാത്ത, അങ്ങനെ ദേശീയ പതാക ഉയർത്തുമ്പോ അടിയിൽ പച്ചയാണോ അതല്ലെങ്കിൽ പച്ച മുകളിലാണോ ഉയർത്തേണ്ടത് എന്നുപോലും തിരിച്ചറിയപ്പെടാത്ത ഇന്നലകൾ നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പാർട്ടി ഓഫീസിന് മുന്നിലും 4 കവലയിലും ഉയർത്താനുള്ള ദേശീയ പതാക അറിയാതെ വിമാനത്താവളത്തിന്റെ മുകളിൽ കെട്ടിപ്പോയതിന്റെ പേരിൽ 12 കൊല്ലം കേസ് നടത്തിയ ഒരയൽവാസി. ഓ സഹോദരന്മാരെ, മലപ്പുറം ജില്ലയിലെ ഞാൻ സേവനം ചെയ്തൊരു പള്ളിയുടെ പരിസരത്ത് ഞാൻ കണ്ടതോർക്കുന്നു. ആ ഇന്നലകൾ ഇന്നാരും പറഞ്ഞാൽ വിശ്വസിക്കൂല. അത്ര വലിയ മാറ്റം ബോധത്തിന്റെ രംഗത്ത്, വിദ്യാഭ്യാസത്തിന്റെ രംഗത്ത്, സേവനത്തിന്റെയും ജ്ഞാനത്തിന്റെയും രംഗത്ത് വളണ്ടിയർമാരായി പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ മുന്നിൽ നിൽക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വലിയ വലിയ അധ്വാനത്തിന്റെ രംഗത്ത് നമുക്കിന്ന് മാറ്റിയെഴുതാൻ കഴിഞ്ഞിരിക്കുന്നുവെങ്കിൽ, കരിപ്പൂരിലെ വിമാനം വഴുതി വീണ് ആഴങ്ങളിലേക്ക്, അന്ന് കോവിഡിന്റെ കാലമാണ്. മനുഷ്യനെ കണ്ടാൽ തൊടാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, 10 അടി അകലെ നിൽക്കേണ്ട കാലമാണ്. പക്ഷേ മലപ്പുറംകാര് പാഞ്ഞു വന്ന് വിമാനത്തെ അവരെടുത്തിട്ട് ആംബുലൻസിനുള്ളിൽ കൊണ്ടുപോവുകയാണ്. അവര് ലോറിയുടെ മുകളിൽ കെട്ടിവെക്കുകയാണ്. ജീവൻ മറന്നും പാവം മനുഷ്യരെ അവർ കൊണ്ടുപോയി മരുന്ന് കൊടുക്കുകയാണ്. അവരെപ്പോൾ വൈദ്യശാസ്ത്രത്തിന്റെ താക്കീത് മറന്നു. അവരെപ്പോൾ പിടികിട്ടാത്ത രോഗത്തിന്റെ അസ്പൃശ്യതകൾ മറന്നു. അവരെപ്പോൾ മനുഷ്യത്വത്തിന്റെ ഉറത്തുപാട്ടുകൾ മാത്രം ശ്രവിച്ചു. ഈ നാട് അങ്ങനെയൊന്നും നശിച്ചു പോകില്ല. അത് ഇസ്ലാമിന്റെ പുണ്യമാണ്, മഖ്ദൂമുമാരുടെ പുണ്യമാണ്, മതവിദ്യാഭ്യാസത്തിന്റെ മഹത്വമാണ്. നമുക്ക് ഈ മഹത്തായ മസ്ജിദുകൾ ചൊല്ലിത്തരുന്ന സന്ദേശത്തിന്റെ ആപ്തവാക്യത്തിന്റെ സൗന്ദര്യമാണെങ്കിൽ ആ സൗന്ദര്യത്തിലേക്ക് തേർന്നു നിൽക്കാൻ നാളെയുടെ ചെറുപ്പക്കാരെ ഇവിടെ ഉസ്താദ് മാടി വിളിക്കുന്നു, സുന്നി പ്രസ്ഥാനം മാടി വിളിക്കുന്നു. പണ്ഡിതന്മാരുടെ പഴയ പൈതൃകത്തിലേക്ക് ചേർന്നു നിൽക്കാൻ ഈ പാരമ്പര്യ പണ്ഡിമ തനിമ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. തീവ്രവാദത്തിന്റെ മുദ്രാവാക്യങ്ങളല്ല ആവശ്യം, അവകാശത്തിന്റെ പോരാട്ടങ്ങളല്ല നമുക്കാവശ്യം. നമുക്കാവശ്യം മനുഷ്യ സ്നേഹത്തിന്റെ ചേർത്തു നിർത്തലുകളാണ്. അർജുനെ നദീജലത്തിനപ്പുറത്ത് ആഴിയുടെ ഊഴിയിൽ ചെളികുഴഞ്ഞ ആ പ്ലാസ്മയ്ക്കിടയിൽ നഷ്ടപ്പെട്ടപ്പോഴും അവനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് അന്തസ്സോടെ മുന്നിൽ നിൽക്കുന്ന മനാഫുമാർ, ആ മനാഫിന് ആ ത്യാഗത്തിന്റെ സ്നേഹത്തിന്റെ സന്ദേശം ഓതിക്കൊടുത്തത് 27-ാം രാവിന്റെ പ്രാർത്ഥനാ സദസ്സില് ഖലീൽ തങ്ങളുപ്പാപ്പയായിരുന്നുവെങ്കിൽ, സഹോദരന്മാരെ ഞാൻ വിശദീകരിക്കുന്നില്ല. മാധവിക്കുട്ടി പുന്നയൂർ കുളത്തിന്റെ സൗന്ദര്യം, നീർമാതളത്തിന്റെ സംഗീതം, ആ മാധവിക്കുട്ടി ഇസ്ലാമിനെ ആഴത്തിൽ പഠിച്ചു, മുസ്ലിമാകണമെന്ന് താല്പര്യപ്പെട്ടു. ഒടുവിൽ അടുത്തു വന്ന മുതഅല്ലിമുകളോട് അവരാവശ്യപ്പെട്ടു, എനിക്ക് ഷഹാദത്ത് ചൊല്ലിത്തരണം. ആ മുതഅല്ലിമുകളോട് അവർ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ആ മുതഅല്ലിമീങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കാന്തപുര ഉസ്താദിന്റെ മക്കളാണ്. മാധവിക്കുട്ടി പറഞ്ഞു, എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ ദൂരെ നിന്ന് മാത്രം കണ്ടിട്ടുണ്ട്. നിങ്ങൾ കാന്തപുര ഉസ്താദിന്റെ മക്കളാണ്, എനിക്ക് സമയം ഇപ്പോൾ അടുത്തിട്ടുണ്ട്, എനിക്ക് നിങ്ങൾ ഷഹാദത്ത് ചൊല്ലിത്തരൂ. മർക്കസിലെ ഇഹ്യാ സുന്നയുടെ പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ സഖാഫി പേഴപ്പാക്ക് പള്ളി, അന്ന് അദ്ദേഹം വെറുമൊരു അബ്ദുൽ ജബ്ബാർ മാത്രം. കുറ്റിപ്പുറത്തിന്റെ പരിസരത്ത് നടക്കാവെന്ന പ്രദേശം, അവിടെ അഷ്റഫ് എന്ന നമ്മുടെ സുഹൃത്ത്
ഇഹ്യാഉസ്സുന്നയുടെ സെക്രട്ടറി. അവര് രണ്ടുപേരും മാധവിക്കുട്ടിക്ക് അർത്ഥം പറഞ്ഞു കൊടുത്തു. പിന്നെ ഷഹാദത്ത് ചൊല്ലിക്കൊടുത്തു. അൽഹംദുലില്ലാഹ്, അവർ കമലാ സുരയ്യ എന്ന പേര് സ്വീകരിച്ചു. ദഅ്വാ പ്രവർത്തനങ്ങൾക്കിടയിൽ രാജ്യത്ത് വലിയ വലിയ സേവന പ്രവർത്തനങ്ങൾ, അതിന്റെ സ്തൂമന്ദഹാസമാണ്, വലിയ തലക്കെട്ടാണ്. ആഭിജാത്യത്തിന്റെ ആ അഭിമാനത്തിന്റെ പേരാണ് സുൽത്താനുൽ ഉലമ. ആ ഉസ്താദിന്റെ സന്ദേശങ്ങൾ നമ്മൾ കേട്ടു. ഈ വേദിയിൽ ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളം നമ്മൾ 10 മാസം മുമ്പ് ഉസ്താദിന്റെ ശബ്ദം കേട്ടു. ഉസ്താദ് ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മോട് പറയുകയാണ്, നാളെ രാവിലെ 350 മദ്രസകൾ ബംഗാളിൽ ഉദ്ഘാടനം ചെയ്യുന്നു. കെട്ടിടമുള്ളതും ഇല്ലാത്തതും. നാളെ രാവിലെ 350 പുതിയ മദ്രസകൾ ബംഗാളിൽ ഉദ്ഘാടനം ചെയ്യുന്നു. കോഴിക്കോട്ട് കാന്തപുരം ഉസ്താദ് അത് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, റബ്ബാനികൾ, നൂറാനികൾ, സഖാഫികൾ, മുഈനികൾ, ഹരിയാനയുടെ, ബംഗാളിന്റെ, ആന്ധ്രാപ്രദേശിന്റെ, ഹിമാചൽ പ്രദേശിന്റെ, ഡൽഹിയിലെ, കാശ്മീരിലെ, അങ്ങനെ വിദൂര ഗ്രാമങ്ങളിൽ അവിടെ നടക്കുകയാണ്. അവർ പൊന്നാനിപ്പഴമയുടെ പാരമ്പര്യം, അക്ഷരമുറ്റത്തിന്റെ സൗന്ദര്യം ആ പ്രദേശങ്ങളിലൊക്കെ അവിടെയുള്ള പാവം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുകയാണ്. നമുക്കാവശ്യം ഈ പാരമ്പര്യമാണ്, ഈ പണ്ഡിത നേതൃത്വമാണ്, അവരുടെ ഉപദേശങ്ങളാണ്. പാതിര കഴിഞ്ഞ് ആഹാരം വിഴുങ്ങി അവർ കിടന്നുറങ്ങുകയായിരുന്നില്ല. അവർ മലർന്നു കിടന്ന് സ്വപ്നങ്ങൾ നെയ്തു, കൈ ഉയർത്തിപ്പിടിച്ച് പടച്ചോനോട് ദുആ ചെയ്തു. അങ്ങനെ അവർ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചു. ആ സാമ്രാജ്യങ്ങൾ വോട്ട് നേടി വിജയിക്കാനുള്ള സാമ്രാജ്യങ്ങളല്ല, അറിവ് പഠിപ്പിച്ച് ജനങ്ങളെ സംസ്കരിക്കാനുള്ള വലിയ സർവകലാശാലകളായിരുന്നു. മഹാനായ കാന്തപുര ഉസ്താദ്, ബഹുമാനപ്പെട്ട ഖലീലു തങ്ങൾ, അവരുടെയൊക്കെ ജോലി എന്താണ്? അവർ നമുക്കിടയിൽ വളർത്തിയെടുത്ത 10-30,000 ദാഴികൾ, അവരെ പണി എന്താണ്? പകൽ സമയങ്ങളിൽ അള്ളാഹുവിനെ പറ്റി ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. പാതിരാവുകളിൽ ജനങ്ങളെ സങ്കടം അള്ളാഹുവോട് പറഞ്ഞ് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. ഇത്തരമൊരു സമൂഹം സമ്പന്നമാണ്, സന്തുഷ്ടമാണ്. ഇത്തരമൊരു സമൂഹം ഒരിക്കലും ഭയപ്പെടാനില്ല. നമ്മുടെ മക്കള് അങ്ങനെ മതഭൗതിക സാങ്കേതിക സമന്വിത വിദ്യാഭ്യാസത്തിന്റെ വഴിയിൽ വന്നാൽ നമ്മൾ രക്ഷപ്പെടും. അതാണ് മഹത്തായ ഈ മസ്ജിദുകളുടെ ഉദ്ഘാടനം കേവലം മിഹ്റാബിലെ നിസ്കാരത്തിൽ ഒതുക്കാതെ ഇവിടെ വന്ന് ഈ പ്രൗഢമായ സദസ്സിൽ ഉസ്താദുമാർ നമുക്ക് പങ്കുവെച്ചു തന്നത്. ആ പ്രസംഗത്തിന്റെ വേദിയിൽ ഇരിക്കാതെ എനിക്ക് വീട്ടിൽ പോകാനാവില്ല. 4-5-6 മണിക്കൂർ കാന്തപുരം ഉസ്താദിനെ വേദിയുടെ പരിസരത്ത് കാത്തി നിൽക്കുന്ന സി ഹരിദാസുമാർ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നമ്മൾ അള്ളാഹുവിനെ പേടിച്ചുവോ? പടച്ചവനെ സ്നേഹിച്ചുവോ? എല്ലാവരും നമ്മോടൊപ്പം ഉണ്ടാകും. അങ്ങനെ ഒരു നല്ല ഭാവി നമ്മുടെ മക്കൾക്ക് നാളെ ഇനിയും ഈ നാട്ടിലുണ്ടാകണം, എല്ലാ നാട്ടിലും ഉണ്ടാകണം. അതിന് മാറഞ്ചേരിയുടെ മഹത്വം, പൊന്നാനിയുടെ പുണ്യം, മലപ്പുറത്തിന്റെ മഹിത പാരമ്പര്യം കാന്തപുരം ഉസ്താദിലൂടെ, വരക്കൽ മുല്ലക്കോയ തങ്ങളിലൂടെ, മമ്പുറം തങ്ങളിലൂടെ, ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദിയിലൂടെ, മുഹയ്യിദ്ദീൻ ശൈഖിലൂടെ, ഇമാം ഷാഫിഈയിലൂടെ, സ്വഹാബത്തിലൂടെ മുത്തുനബിയിലേക്ക് എത്തിച്ചേരുന്ന സ്നേഹത്തിന്റെ, പൊരുത്തത്തിന്റെ, വിജയത്തിന്റെ കൈകളിൽ നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നമ്മുടെ സദസ്സ് കബൂലാക്കി തരട്ടെ, വിജയിപ്പിച്ചു തരട്ടെ. ഇനിയും കുറെ നല്ല മജ്ലിസുകളിൽ മഹാന്മാരായ ഉസ്താദുമാരെ കണ്ട് പ്രസംഗം കേൾക്കാൻ, അവരെ ഉപദേശങ്ങൾ കേൾക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ വലിയ ഉപദേശങ്ങളിൽ പൊന്നുണ്ട്, ആ വലിയ ഉപദേശങ്ങളിൽ മുത്തുകളുണ്ട്. ആ മുത്തുകൾ, ആ പൊന്ന് നമ്മുടെ നാളെയുള്ള മക്കൾക്ക് ബാക്കി വയ്ക്കാൻ സ്നേഹം കൊണ്ട് ഈ മഹാന്മാർക്ക് കാവൽ നിൽക്കാൻ ഇഖ്ലാസുള്ള ദീനിന്റെ ഖാദിമീങ്ങളായി നമ്മളെ മുഴുവനും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മിപ്പിച്ച്, സൂചിപ്പിച്ച്, പ്രാർത്ഥിച്ച്
ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.